നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു അമൂല്യ വസ്തുവാണ്. ഒരു കാറാണ്. കാറെന്നും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അത് നരസിംഹറാവുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ കൺവോയായി ഉപയോഗിച്ച ഒരു വാഹനം ഞങ്ങൾ മേടിച്ചു. അപ്പോൾ നമ്മളത് ഇപ്പോൾ എഞ്ചിൻ ഉൾപ്പെടെ എല്ലാം നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ വർക്ക്ഷോപ്പിലേക്കുള്ള യാത്രയാണ്. നമ്മളിത് ഓരോ സ്റ്റേജും നമ്മളിത് വീഡിയോയിൽ എടുക്കുന്നതാണ്. ഇപ്പോൾ എഞ്ചിൻ ഉൾപ്പെടെ എല്ലാം നമ്മൾ റീവർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇൻറ്റീരിയർ സാധാരണ വാഹനത്തിൻ്റെ വലിപ്പമല്ല. ആ കിടക്കുന്ന കാറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പറ്റേ പ്രസിഡന്റ് ഉപയോഗിച്ച വാഹനമാണ്. ബാങ്കിലേക്കൊന്നോ ഒതുക്കിടാം. AC ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ട്രെയിൻ വെച്ച് ഇത് എമർജൻസി സമയത്ത് എന്തെങ്കിലും പ്രസിഡന്റിന് വൈദ്യസഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കിടത്താനുള്ള സ്ട്രെച്ചർ സംവിധാനമാണ്. മുമ്പിൽ ഫുൾ ക്ലോസ്ഡ് ആണ്. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇവിടെ തന്നെ ബെല്ലൈക്കണുണ്ട്. ബെല്ലുണ്ട്. AC മറ്റുള്ള ശീതളപാനീയങ്ങളൊക്കെ വയ്ക്കാനുള്ള സംവിധാനം. ഇവിടെ ഒരാൾക്ക് ഡോക്ടർക്ക് ഇരിക്കാം. സിംഗിൾ സീറ്റ്. വിഷ്ണു ഒന്ന് കയറി നിന്നേ. ഒരാൾക്ക് സുഖമായിട്ട്. നിന്റെ ഉയരം എത്ര അടിയാ? എൻ്റെ 5'8" 5'9" ഉള്ള ഇത് മേടിച്ച വിഷ്ണു നിൽക്കുന്നുണ്ട് ഈ വണ്ടിക്കകത്ത്. അതാണ് അതിൻ്റെ ഹൈറ്റ്. സീറ്റ് ഇൻറ്റീരിയർ എല്ലാം മാറ്റണം. നല്ലൊരു തുകയാകും. ടയേഴ്സ് മാറ്റണം. ഇതെല്ലാം മാറ്റി ഇത് നമ്മളൊരു ലക്ഷറി യാത്രയ്ക്കുള്ളൊരു വെഹിക്കിളാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇഷ്ടം കുറച്ചോ? പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്ന ഈ ബെൻസ് ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റായിട്ട് കൂടുതൽ വിവരങ്ങൾ ഇത് വാങ്ങിയ മെർസിഡീസിന്റെ ബെൻസിന്റെ ഈ വാഗൻ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് ബെൻസ്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മേടിക്കണം. കാശുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് വാഹനത്തെക്കുറിച്ച് അറിഞ്ഞ് മേടിച്ചാലേ അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് പങ്കിടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിത് മേടിച്ച വിഷ്ണുവിനോട് ചോദിക്കാം. ഞങ്ങളുടെ കളക്ഷൻസാണ്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡായിട്ട് ഓരോ വെഹിക്കിളിനെയും കുറിച്ചുള്ള അതിൻ്റെ കഥകൾ